ഹായ്, ഞാൻ രേവതി. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് അസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്, സേമിയ കസ്റ്റേർഡ്. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ കസ്റ്റേർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ സേമിയ കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ആൽമണ്ട്സും ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സെയിം നെയ്യിലോട്ട് തന്നെ 1/2 കപ്പ് വെർമിസെല്ലി, അതായത് സേമിയ ഇട്ട് കൊടുക്കാം. അതും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ പാൻ എടുക്കാം. അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് 250 ml ആണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഷുഗറാണ് എടുക്കുന്നതെങ്കിൽ ആ പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഈ സേമിയ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സേമിയ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ അത് ഒരുപാട് തിക്കായി പോവും. ഇനിയിപ്പോൾ അഥവാ ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുള്ള പാല് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നട്ട്സ് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനതിലേക്ക് കുറച്ച് പോംഗ്രാനൈറ്റും ടൂറ്റി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതിന് ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം വെച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ നട്ട്സ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈസി സേമിയ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട് കസ്റ്റേർഡ് പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റേർഡാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.